നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പള്ളികളിൽ നേർച്ചയായിട്ട് കൊടുക്കുന്ന, പെരുന്നാളിന് കൊടുക്കുന്ന വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മണർകാട് പള്ളി, പുതുപ്പള്ളി പള്ളി എന്നീ പള്ളികളിലാണ് മെയിനായിട്ട് ഈ നേർച്ച കൊടുക്കുന്നത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 1 കപ്പ് പച്ചരി, 1 കപ്പ് വേവിച്ച ചോറ്, 1 കപ്പ് തന്നെ നല്ല പച്ചത്തേങ്ങ. ഇതിൽ പ്രത്യേക രുചിക്കായിട്ട് ചുമന്നുള്ളിയും ഒരു 10-15 എണ്ണം, അതുപോലെ തന്നെ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇത് അരച്ച് ചേർക്കും. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് 1 കപ്പ് തേങ്ങ വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ തേങ്ങാപ്പീരയുടെ രുചി ഈ അപ്പത്തിൽ വരണം. ആ ചതച്ച തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റുക, ഒരു ബൗളിലേക്ക് അത് മാറ്റി. ഇനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് പച്ചരി, വേവിച്ച ചോറ്, നേരത്തെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ചുമന്ന ഉള്ളി, ജീരകം, ഇത്രയും ഇട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിന് താഴെ ഇതിൽ ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ചുമന്നുള്ളിയും ജീരകവും നല്ലൊരു രുചിയും ഒരു ഫ്ലേവറും അപ്പത്തിന് നൽകും. പള്ളികളിൽ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് കള്ള് ചേർക്കേണ്ടവർക്ക് കള്ള് അവൈലബിൾ ആയിട്ടുള്ളവർ അത് ചേർക്കുക. ഞാനിവിടെ ഈസ്റ്റ് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അരച്ചെടുത്ത മാവ് ഈ നേരത്തെ തന്നെ നമ്മൾ ജസ്റ്റ് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. തലേദിവസം അരച്ചു വെക്കുക. പിറ്റേ ദിവസം രാവിലെയാണ് സാധാരണയായി അപ്പം ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഈസ്റ്റ്, പഞ്ചസാര ചെറുതായിട്ടൊരു മധുരത്തിനും അതിലും ഉപരിയായിട്ട് അപ്പം ഒന്ന് മുരിഞ്ഞു വരാനും വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അപ്പോൾ ഇത് അപ്പം പൊങ്ങിയതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കി ചുട്ടാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മാവ് ഇളക്കി വെക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഇളക്കി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ച്, ഞാൻ സാധാരണയായിട്ട് ഒരു 8 മണിക്കൂറാണ് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. നല്ല ചൂടുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞിടത്ത് ഓവൻ്റെ അകത്ത് വെക്കുക. രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലെ കുമിളകൾ അധികം പോകാതെ തന്നെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി, ദോശ ചുടുന്നത് പോലെ തന്നെ നല്ല കട്ടിയിലാണ് ഈ പള്ളിയിലുള്ള അപ്പം ചുട്ടെടുക്കുന്നത്. ഒത്തിരി നമ്മളങ്ങ് ദോശക്കല്ലിൽ നിരത്തത്തില്ല. മാവ് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കറക്റ്റ് 1 തവി മാവാണ് ഞാൻ ഒരപ്പത്തിന് ഉപയോഗിക്കുന്നത്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. 2 തരത്തിൽ ഈ അപ്പം ഉണ്ടാക്കാം. ഒന്നുകിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയിലുണ്ടാക്കാം, അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ പഴയ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കാം. പാലപ്പം പോലെ മൂടി വെച്ച് ഉണ്ടാക്കുന്നതല്ല, ഇതുപോലെ തന്നെ നമ്മൾ ദോശ പോലെ ഉണ്ടാക്കി മറിച്ചിടുന്നതാണ്. കറക്റ്റ് 1 തവി മാവാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് ദോശക്കല്ലിലേക്ക് പരത്തുക. നല്ല കട്ടിയായിട്ട്, ഒത്തിരി നമ്മളങ്ങ് നിരത്തി പരത്തത്തില്ല. കുമിളകൾ വന്നതിന് ശേഷം ഇത് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മുരിച്ച് എടുക്കണം. ഇപ്പോൾ നമ്മളുടെ അപ്പം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പരമ്പരാഗത രീതിയിൽ പള്ളിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്.